നമസ്കാരം. ഇന്ന് നമ്മൾ ഇന്ത്യൻ ഹിസ്റ്ററിയിൽ നിന്നുള്ള പല ഉദ്യോഗാർത്ഥികളെയും കുഴപ്പിക്കുന്ന ഒരു ചോദ്യം. അതെങ്ങനെ വളരെ സ്മാർട്ടായി കുറച്ച് ലോജിക് ഉപയോഗിച്ച് സോൾവ് ചെയ്യാമെന്ന് നോക്കാം. ഓക്കെ, ചോദ്യം ഇതാണ്. താഴെ തന്നിരിക്കുന്ന നവോത്ഥാന നായകന്മാരെയും അവരുടെ സംഘടനകളെയും ശരിയായി യോജിപ്പിക്കുക. ഒരു സൈഡിൽ ബദ്രുദ്ദീൻ തിയാബ്ജി, സയ്യിദ് അഹമ്മദ് ഖാൻ, ദാദാഭായ് നവറോജി, മിർസ ഗുലാം അഹമ്മദ് എന്നിങ്ങനെ 4 പേരുണ്ട്. മറ്റേ സൈഡിൽ വഹാബി പ്രസ്ഥാനം, റഹ്നുമൈ മസ്ദയാസൻ സഭ, അഞ്ജുമാനെ ഇസ്ലാം, അഹമ്മദിയ പ്രസ്ഥാനം എന്നീ സംഘടനകളും. താഴെ 4 ഓപ്ഷനുകളും കൊടുത്തിട്ടുണ്ട്. ഒന്നാമത്തെ ഓപ്ഷൻ, രണ്ടാമത്തെ ഓപ്ഷൻ, മൂന്നാമത്തേത്, നാലാമത്തേത്. അപ്പോ ഇതുപോലൊരു മാച്ച് ദ ഫോളോവിംഗ് ചോദ്യം കാണുമ്പോൾ തന്നെ പലർക്കൊരു ടെൻഷനാണ്. അയ്യോ, ഇതിലെല്ലാം എനിക്കറിയില്ലല്ലോ എന്ന്. പക്ഷെ അതിന്റെ ഒരു ആവശ്യമില്ല. നമുക്ക് 100% ഉറപ്പുള്ള ഒരൊറ്റ ജോഡിയിൽ നിന്ന് തുടങ്ങിയാൽ മതി. ഈ ലിസ്റ്റ് ഒന്ന് നോക്കിക്കേ. ഇതില് മിർസ ഗുലാം അഹമ്മദും അഹമ്മദിയ പ്രസ്ഥാനവും തമ്മിലുള്ള ബന്ധം വളരെ ഫേമസ് ആണ്. ഒരുപാട് പേർക്കിത് നേരിട്ട് അറിയാമായിരിക്കും. അപ്പൊ നമുക്ക് ഉറപ്പിക്കാം, നാലാമത്തെ ആളും നാലാമത്തെ സംഘടനയും തമ്മിലാണ് ബന്ധം. ഇപ്പൊ നോക്കൂ, ആ ഒരൊറ്റ കാര്യം നമുക്ക് ഉറപ്പായതുകൊണ്ട് എന്തു ഗുണമുണ്ടായി എന്ന്. 4/4 എന്ന ജോഡിയില്ലാത്ത ഒന്നാമത്തെ ഓപ്ഷനും മൂന്നാമത്തെ ഓപ്ഷനും നമുക്ക് അപ്പത്തന്നെ ഒഴിവാക്കാം. കണ്ടോ, നമ്മുടെ പണി നേരെ പകുതിയായി. ഇനി നമ്മുടെ മുന്നിൽ ഓപ്ഷൻ ബി, ഓപ്ഷൻ ഡി, ഈ 2 മാത്രമേ ഉള്ളൂ. റൈറ്റ്. ഇനി ഈ ബിയിൽ നിന്നും ഡിയിൽ നിന്നും ശരിയായ ഉത്തരം കണ്ടുപിടിക്കണം. നമുക്ക് അടുത്ത ക്ലൂവിലേക്ക് പോവാം. ദാദാഭായ് നവറോജി, അദ്ദേഹത്തെപ്പറ്റി നമുക്ക് എന്തറിയാം? അദ്ദേഹം ഒരു പാഴ്സി നേതാവായിരുന്നു, അല്ലേ? അതെ, ദാദാഭായ് നവറോജി സ്ഥാപിച്ച സംഘടനയാണ് റഹ്നുമൈ മസ്ദയാസൻ സഭ. പാഴ്സി മതത്തിന്റെ നവീകരണമായിരുന്നു അതിന്റെ ലക്ഷ്യം. ഇപ്പൊ നോക്കിക്കേ, ഈ ഒരു വിവരം കൂടി കിട്ടിയതോടെ കഥ മാറി. 3-2 എന്ന ജോഡിയില്ലാത്ത ഓപ്ഷൻ ഡിയും നമുക്ക് ഒഴിവാക്കാം. പിന്നെ ബാക്കി ഏതാണുള്ളത്? ഓപ്ഷൻ ബി മാത്രം. ആൻസർ കിട്ടിക്കഴിഞ്ഞു. കണ്ടില്ലേ, ലിസ്റ്റില് വെറും 2 കാര്യങ്ങൾ ഉറപ്പിച്ചപ്പോൾ തന്നെ നമ്മൾ ശരിയായ ഉത്തരത്തിലേക്ക് എത്തി. ഓക്കെ, ഉത്തരം കിട്ടിയെന്ന് കരുതി നമ്മളിവിടെ നിർത്തുന്നില്ല. പഠിക്കുമ്പോ ബാക്കിയുള്ള ജോഡികൾ കൂടി ശരിയാണോ എന്ന് നോക്കുന്നത് എപ്പോഴും നല്ലതാണ്. നമുക്ക് ആദ്യം ബദ്രുദ്ദീൻ തിയാബ്ജിയെ നോക്കാം. അതെ, കറക്റ്റാണ്. ബദ്രുദ്ദീൻ തിയാബ്ജി ബോംബെയില് അഞ്ജുമാനി ഇസ്ലാം സ്ഥാപിച്ച പ്രധാനപ്പെട്ട ഒരു നേതാവാണ്. അപ്പൊ നമ്മുടെ ഉത്തരത്തിലെ ആ ആദ്യത്തെ ജോഡിയും ശരിയാണ്. ഇനി നമുക്ക് ഈ ചോദ്യത്തിലെ ഏറ്റവും കൗതുകമുള്ള അല്ലെങ്കിൽ കുറച്ചൊന്ന് കൺഫ്യൂഷൻ ഉണ്ടാക്കുന്ന ഭാഗം നോക്കാം. സയ്യിദ് അഹമ്മദ് ഖാനെ വഹാബി പ്രസ്ഥാനവുമായാണ് ഇവിടെ ജോഡി ചേർത്തിരിക്കുന്നത്. പക്ഷെ ശരിക്കും ചരിത്രം നോക്കിയാൽ അദ്ദേഹം അലിഗഡ് പ്രസ്ഥാനത്തിന്റെ സ്ഥാപകനാണ്. പോരാത്തതിന് വഹാബി ആശയങ്ങളെ ശക്തമായി വിമർശിച്ച ആളുമാണ്. അപ്പം നിങ്ങൾ വിചാരിക്കും ഇത് തെറ്റല്ലേ എന്ന്. പക്ഷെ PSC പരീക്ഷകളിൽ ചിലപ്പോൾ ഇങ്ങനെ സംഭവിക്കാം. തന്നിരിക്കുന്ന ഓപ്ഷനുകളിൽ ഏറ്റവും യോജിച്ചതേതാണോ അത് തിരഞ്ഞെടുക്കുക എന്നുള്ളതാണ് നമ്മുടെ ജോലി. ഇതുപോലെ പരീക്ഷകളിൽ സ്ഥിരമായി ആവർത്തിക്കുന്ന മറ്റു ചില പ്രധാനപ്പെട്ട നേതാക്കളും അവരുടെ സംഘടനകളുമുണ്ട്. അതുകൂടി ഒന്ന് ഓർത്തുവയ്ക്കാം. രാജാറാം മോഹൻ റോയിയുടെ ബ്രഹ്മസമാജം, ദയാനന്ദ സരസ്വതിയുടെ ആര്യസമാജം, ആത്മാറാം പാണ്ഡുരംഗിന്റെ പ്രാർത്ഥനാ സമാജം, പിന്നെ ജ്യോതിബ ഫൂലെയുടെ സത്യശോധക് സമാജ്. ഇതൊക്കെ വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഇതൊക്കെ എളുപ്പത്തിൽ ഓർത്തുവയ്ക്കാൻ ഒരു സിമ്പിൾ ട്രിക്ക് കൂടി പറഞ്ഞുതരാം. നോക്കൂ, മിർസ ഗുലാം അഹമ്മദിലെ എ, അഹമ്മദിയയിലെ എ കണക്ട് ചെയ്യാൻ എളുപ്പമല്ലേ? അതുപോലെ ദാദാഭായിലെ ദാദയ്ക്ക് ദയയുണ്ടെന്നോർത്താൽ റഹ്നുമായി മസ്ദയാസനൻ സഭ കിട്ടും. പിന്നെ സയ്യദ് അഹമ്മദ് ഖാന്റെ യഥാർത്ഥ പ്രസ്ഥാനം അലിഗഡ് മൂവ്മെന്റ് ആണെന്ന് മറക്കരുത്. ഈസിയല്ലേ? അപ്പോ ഇതുപോലെ ചോദ്യങ്ങളെ സ്മാർട്ടായി നേരിട്ട് കേരള PSC പരീക്ഷകളിൽ വിജയമുറപ്പിക്കാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. നോട്ടിഫിക്കേഷൻ കിട്ടാനായി ആ ബെല്ലൈക്കൺ കൂടി ഒന്ന് അമർത്തിയേക്കൂ. ഈ വിശകലനം കണ്ട എല്ലാവർക്കും